മക്കളെ പാഠത്തിലേക്ക് നമുക്ക് കടക്കാം. അതെല്ലാം പഠിച്ച് കാണുന്ന വിശ്വാസത്തോടെ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്, ലിമിറ്റേഷൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. അപ്പോൾ നമ്മൾ സ്കോപ്പ് പഠിച്ചു, ഇമ്പോർട്ടൻസ് പഠിച്ചു, പ്രൊഡക്ഷൻ പഠിച്ചു, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പഠിച്ചു. അതുപോലെ ലിമിറ്റേഷൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പരിമിതികൾ എന്തല്ല. എല്ലാത്തിനും ചില പരിമിതികളുണ്ട്. അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ വിശാലമായി പഠിക്കുന്ന ഈ സ്ഥിതിവിവര ശാസ്ത്രത്തിലെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ധാരാളം പരിമിതികളുണ്ട്, പോരായ്മകളുണ്ട്. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ലിമിറ്റേഷൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. ഇതിനകത്ത് എല്ലാം കൂടെ ചേർത്താണ് എസ് ഒരു പ്രോജക്റ്റ് എന്നും പറഞ്ഞ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് നമ്മുടെ പുസ്തകത്തിൽ. ലാസ്റ്റ് ചോദ്യം അത് നമ്മൾ ഈ പഠിച്ച എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും കൂടെ നിരത്തി എഴുതുമ്പോൾ അതൊരു പ്രോജക്റ്റായി മാറും. അപ്പോൾ ലിമിറ്റേഷൻസ് പറയാണ്. എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കുക. നോട്ട് സാറ് വാട്സപ്പിലൂടെ അല്ലെങ്കിൽ നമ്മളിതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരും. അതിനകത്ത് നോക്കി നിങ്ങൾ നോട്ട്ബുക്കിൽ പകർത്തണം. പകർത്തുന്ന നോട്ട് ബുക്ക് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കും, നോട്ടൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതിൽ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് നോട്ട് വളരെ ഭംഗിയായിട്ട് ഞാൻ +1 പറഞ്ഞതുപോലെ വ്യക്തമായിട്ട് നല്ലോണം എഴുതി വയ്ക്കുക. ഞാൻ വീട്ടിൽ ഒന്ന് നോക്കി ഞാൻ അത് മാർക്കിടും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. എഴുതിയെടുക്കുന്നത് ആദ്യം ശ്രദ്ധിക്കുക, നോട്ട്ബുക്കിൽ എഴുതാതെ ആദ്യം റഫ് പേപ്പറിൽ എഴുതി വ്യക്തമായതിനു ശേഷം മാത്രം നോട്ട്ബുക്കിലേക്ക് പകർത്തുക, അല്ലെങ്കിൽ അത് തെറ്റി കയറി വരും. ഓക്കെ, ദ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. താഴെ പറയുന്ന നിരവധി പരിമിതികൾ നമ്മുടെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിനുണ്ട്. ആ ഒന്നാമത്തെ പരിമിതിയും പറയാണ് ഇഗ്നോസ് സ്ട്രക്ചറൽ ചേഞ്ച്. IGNORES, ഇഗ്നോസ് സ്ട്രക്ചറൽ ചേഞ്ച്. ഇഗ്നോ അതായത് ഘടനാപരമായ മാറ്റങ്ങളിൽ നമ്മൾ നിസ്സംഗതരാകുന്നു. നിസ്സംഗത, ഇഗ്നോർ. അപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ പറയുന്നേക്കാൾ ഉപരി മാറ്റങ്ങൾ സംഭവിക്കുക. നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കാനേ പറ്റൂ. നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കില്ല. അതുകൊണ്ടാണ് മലയാളത്തിൽ എഴുതാൻ ഘടനാപരമായ മാറ്റങ്ങളിൽ നിസ്സംഗതരാകുന്നു. നിസ്സംഗത. ഇപ്പൊ ഘടനാപരമായ മാറ്റത്തിൽ നിസ്സംഗതരാകുന്നു. അതാണ് ഇഗ്നോസ് സ്ട്രക്ചറൽ ചേഞ്ച്. 2, ഇഗ്നോസ് സെക്ടറൽ ചേഞ്ച്. നോക്ക്, ഇഗ്നോസ് സെക്ടറൽ ചേഞ്ച്. സെക്ടർ മേഖല, മേഖലകളിൽ ഉണ്ടാകുന്ന മാറ്റം. മേഖല നമുക്കറിയാം, കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല. അപ്പോൾ നേരത്തെ ഘടനയിൽ, സമ്പദ് വ്യവസ്ഥയുടെ ഘടനയിൽ മാറ്റം വരുന്നു. ഇത് സമ്പദ് വ്യവസ്ഥയുടെ മേഖലകളിൽ മാറ്റം വരുന്നു. അതാണ് മേഖലകളിൽ ഉണ്ടാകുന്ന മാറ്റത്തിൽ നിസ്സംഗതരാകുന്നു എന്ന് പറഞ്ഞത്. ഇഗ്നോസ് സ്ട്രക്ചറൽ ചേഞ്ച്, ഇഗ്നോസ് സെക്ടറൽ ചേഞ്ച്. അടുത്ത മിസ്ലീഡിംഗ് അഗ്രിഗേറ്റ്സ്. Misleading aggregates. The misleading aggregates. മിസ്ലീഡ് ഉണ്ടാകുന്നു, ദുർവിനിയോഗമാകുന്നു, ദുർപ്രവൃത്തിയാകുന്നു. അതായത് മൊത്തത്തിൽ ഉണ്ടാകുന്ന പഠനം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. മൊത്തത്തിലുള്ള പഠനം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പൊ 3 പോയിന്റ് ആയല്ലോ. 4ാമത്തെ പോയിന്റ് ഓപ്പോസിറ്റ് സിറ്റുവേഷൻ. ഓപ്പോസിറ്റ് സിറ്റുവേഷൻ, വിപരീതമായ അവസ്ഥയിലെത്തുന്നു. വിപരീത അവസ്ഥയിലെത്തുന്നു. ഓപ്പോസിറ്റ് സിറ്റുവേഷൻ. ടു മച്ച് ജനറലൈസേഷൻ. too much generalization.
ഒരു പൊതുവായ കാര്യങ്ങളിലേക്ക് മാത്രമേ നമ്മൾ എത്തിച്ചേരുന്നുള്ളൂ. അപ്പൊ ഇഗ്നോസ് സ്ട്രക്ചറൽ ചേഞ്ച്, ഇഗ്നോസ് സെക്ടറൽ ചേഞ്ച്, മിസ്ലീഡിംഗ് അഗ്രിഗേറ്റ്സ്, ഓപ്പോസിറ്റ് സിറ്റുവേഷൻ, ടു മച്ച് ജനറലൈസേഷൻ, പ്രോബ്ലം ടു അഗ്രിഗേറ്റ്സ്, പ്രോബ്ലംസ് ടു അഗ്രിഗേറ്റ്, മൊത്തത്തിലുള്ള പഠനം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ 6 പോയിന്റ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി, 3 മാർക്കിന്. ഞാൻ ഒന്നുകൂടെ പറയുന്നു. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ചോദിക്കുമ്പോഴത്തേക്ക് ഇഗ്നോസ് സ്ട്രക്ചറൽ ചേഞ്ച്, ഇഗ്നോസ് സെക്ടറൽ ചേഞ്ച്, മിസ്ലീഡിംഗ് അഗ്രിഗേറ്റ്സ്, ഓപ്പോസിറ്റ് സിറ്റുവേഷൻ, ടു മച്ച് ജനറലൈസേഷൻ, പ്രോബ്ലംസ് ടു അഗ്രിഗേറ്റ്സ്. മനസ്സിലാക്കുക? ഇതൊക്കെ എളുപ്പമാണ്. ഘടനാപരമായ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നിസ്സംഗത അനുഭവപ്പെടുന്നു. അടുത്ത മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റ നിസ്സംഗത ഉണ്ടാകുന്നു. മൊത്തത്തിലുള്ള പഠനം മിസ്ലീഡിംഗ് ഉണ്ടാക്കുന്നു, വിപരീത അവസ്ഥ ഉണ്ടാക്കുന്നു, പൊതുവായ കാര്യങ്ങളിൽ പഠന വൈകല്യം ഉണ്ടാകുന്നു, ധാരാളം പ്രശ്നങ്ങൾ കടന്നുകൂടുന്നു എന്നിവയാണ് മാക്രോ എക്കണോമിക്സിന്റെ ലിമിറ്റേഷൻസ്. ഇത് ഒരു പരീക്ഷയ്ക്ക് മാത്രമേ ചോദിച്ചുള്ളൂ പുസ്തകമായിട്ട്. മനസ്സിലായില്ലേ? ഇത് 6 പോയിന്റ് അങ്ങോട്ട് വായിച്ചു വയ്ക്കുക. ഇനി നമുക്ക് പഠിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം നിങ്ങൾ എക്കണോമിക്സിൽ മറ്റേ സാറ് പഠിപ്പിച്ച ഒരു ഭാഗമാണ്. ഇങ്ങനെ വരുന്നുണ്ട്, ഇതാ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ക്യാപിറ്റലിസം, ക്യാപിറ്റൽ എക്കോണമിയെ കുറിച്ചില്ല. നമുക്കറിയാം 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ എക്കണോമിക് സിസ്റ്റത്തിന് നമ്മൾ പഠിക്കേണ്ടത്. ആ എക്കണോമിക് സിസ്റ്റത്തിന് ഉള്ളത് സോഷ്യലിസം, ക്യാപിറ്റലിസം, മിക്സഡ് എക്കോണമി. സോഷ്യലിസം, ക്യാപിറ്റലിസം, മിക്സഡ് എക്കോണമി. നോക്ക്, സോഷ്യലിസം പബ്ലിക് സെക്ടർ നമുക്കറിയാം, ക്യാപിറ്റലിസം പ്രൈവറ്റ് സെക്ടർ, അടുത്ത മിക്സഡ് എക്കോണമി ജോയിന്റ് സെക്ടർ. ഇതാണ് മറ്റു പേരുകൾ. സോഷ്യലിസം, ക്യാപിറ്റലിസം, മിക്സഡ് എക്കോണമി. അതിൽ സോഷ്യലിസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധനങ്ങളുടെ ഉൽപാദന ഉപാധികളുടെ മൊത്തം നിയന്ത്രണം സർക്കാർ അല്ലെങ്കിൽ ജനങ്ങളായിരിക്കും. ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെന്റ് എന്നാണ്. എന്നാൽ ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ ലാഭത്തെ ലക്ഷ്യമാക്കി. ക്യാപിറ്റലിസം ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം. അവിടെ എഴുതിയാണ് ഞാൻ, ക്യാപിറ്റലിസം ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം in which all means of productions are owned and controlled by the private individual for profit. ഇതാണ് നമുക്കിവിടെ വേണ്ടത്, പ്രോഫിറ്റ്. അവിടെ ചോദിച്ചേക്കുന്ന ക്യാപിറ്റലിസം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമ്മളെ പുസ്തകം കിടക്കുന്ന ചോദ്യം. അപ്പൊ ക്യാപിറ്റലിസം ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഫോർ പ്രോഫിറ്റ്. ലാഭത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്ത നിയന്ത്രണം സ്വകാര്യ വ്യക്തികൾ ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ അത്തരം സമ്പദ് വ്യവസ്ഥയാണ് ക്യാപിറ്റലിസം. മനസ്സിലായ? അപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റിന്റെ അല്ലെങ്കിൽ മുതലാളിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്, മാക്സിമം ഏണിംഗ് പ്രോഫിറ്റ്. ഇപ്പൊ ലാഭത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദന ഉപാധികളുടെ മുഴുവൻ നിയന്ത്രണവും സ്വകാര്യ വ്യക്തികൾ ഏറ്റെടുത്താൽ അത്തരം സമ്പദ് വ്യവസ്ഥയെ പറയുന്ന പേരാണ് മുതലാളിത്തം അഥവാ ക്യാപിറ്റലിസം. ലാഭത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദന ഉപാധികളുടെ മുഴുവൻ നിയന്ത്രണവും സ്വകാര്യ വ്യക്തികൾ ഏറ്റെടുത്താൽ അത്തരം സമ്പദ് വ്യവസ്ഥയെ നമ്മൾ മുതലാളിത്തം എന്ന് പറയുന്നു. അതാണ് ക്യാപിറ്റലിസം ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഫോർ പ്രോഫിറ്റ് എന്ന് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ഈ വർഷം കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം. ഇവിടുത്തെ പ്രോഫിറ്റ് ഉണ്ട് പുസ്തകത്തിൽ.
പ്രോഫിറ്റിന്റെ ഡെഫിനിഷൻ ചോദിച്ചേക്കുന്നു. പ്രോഫിറ്റ് നമുക്കറിയാം, നമ്മൾ പഠിച്ചാണ്. ലാൻഡ് വിൽ ഗെറ്റ് റെന്റ്, ലേബർ വിൽ ഗെറ്റ് വേജ്, ക്യാപിറ്റൽ വിൽ ഗെറ്റ് ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷൻ വിൽ ഗെറ്റ് പ്രോഫിറ്റ്. ഇതാണ് നമ്മൾ അന്ന് പഠിച്ചത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, റെന്റും വേജും ഇൻട്രസ്റ്റും പ്രോഫിറ്റും ഒക്കെ. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ക്യാപിറ്റലിസത്തിന് മുതലാളിമാർക്ക് കിട്ടുന്നതാണ് ലാഭം. ഇനി ലാഭം എന്താണ് എന്നാണ് ചോദ്യം. പ്രോഫിറ്റ് ഈസ് എ റിവാർഡ് ഫോർ ദ സർവീസസ് ഓഫ് ആൻ എന്റർപ്രനർ. നോക്ക്, പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് for the services of an entrepreneur. നമ്മൾ പഠിച്ച എന്റർപ്രനർ വെച്ചാൽ ഓർഗനൈസേഷൻ ആണ്. എന്റർപ്രൈസസ്, എന്റർപ്രനർഷിപ്പ്. എന്റർപ്രനർ വന്നാൽ ഓർഗനൈസർ. അപ്പൊ പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ ദ സർവീസസ് ഫോർ ആൻ എന്റർപ്രനർ. ഒരു സംരംഭകൻ അയാൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് നേടിയെടുക്കുന്ന പ്രതിഫലം, അതിനെ നമ്മൾ ലാഭം എന്ന് പറയുന്നു. എന്നൂടെ പറയാം, ഒരു സംരംഭകൻ അയാൾ ചെയ്യുന്ന സേവനത്തിന് നേടിയെടുക്കുന്ന പ്രതിഫലത്തെ പ്രോഫിറ്റ് അഥവാ ലാഭം എന്ന് പറയുന്നു. പഠിച്ചല്ലോ, ഒരു സംരംഭകൻ അയാൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നേടിയെടുക്കുന്ന പ്രതിഫലമാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ ദ സർവീസസ് ഓഫ് ആൻ എന്റർപ്രനർ ഓർ മാനേജർ ഓർ പ്രൊപ്പറേറ്റർ ഓർ പ്രിൻസിപ്പൽ, ആരോ ആവാം. ഇതാണ് അടുത്ത ചോദ്യം. അതിനകത്ത് തന്നെ ഇത് വരുന്നുണ്ട്. ലാൻഡ് വിൽ ഗെറ്റ് ഡാഷ്, ലേബർ ഡാഷ്, ക്യാപിറ്റൽ ഡാഷ്, ഓർഗനൈസേഷൻ ഡാഷ്. ലേബർ ചേർന്നാണ്. ഒന്നുകൂടെ പറയാം. Capitalism is an economic system which all means of production are owned and controlled by the private individual for profit. Profit is the reward for the services of an entrepreneur. Land will get rent, labor will get wage, capital will get interest, organizer will get profit. മലയാളക്കാർക്ക് വേണ്ടിയിട്ട് ലാഭത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തത്തിലുള്ള ഉൽപാദന ഉപാധികളുടെ നിയന്ത്രണം സ്വകാര്യ വ്യക്തികൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനെയാണ് ക്യാപിറ്റലിസം അഥവാ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത്. ഒരു സംരംഭകൻ അയാൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നേടിയെടുക്കുന്ന പ്രതിഫലമാണ് ലാഭം. ഉൽപാദന ഘടകങ്ങൾക്ക് ഭൂമിക്ക് കിട്ടുന്നത് വാടക അഥവാ പാട്ടം, തൊഴിൽ ശക്തിക്ക് കിട്ടുന്നത് വേജ് അഥവാ കൂലി, മൂലധനത്തിൽ കിട്ടുന്നത് ഇൻട്രസ്റ്റ് അഥവാ പലിശ, ഓർഗനൈസർക്ക് കിട്ടുന്നത് പ്രോഫിറ്റ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ആൻസറും തീർന്നു. മനസ്സിലായ? ഇനി ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആൻസർ കൂടെ ഉണ്ട്. സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് അവസാനം ഒരു ചോദ്യമുണ്ട്, ഒരു പ്രോജക്റ്റ് കിടപ്പുണ്ട് നിങ്ങളുടെ പുസ്തകത്തിൽ. പ്രോജക്റ്റ് ഇതാണ്. ചോദ്യം അതായത് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. നല്ല ചോദ്യമാണ്. എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉത്ഭവം എങ്ങനെ, അല്ലെങ്കിൽ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930. ഇതാണ് നമ്മുടെ പ്രോജക്റ്റ് ചോദ്യം. മനസ്സിലായ മക്കളെ? ചോദ്യം കൂടെ പറയുന്നു. എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ഓർ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930. 1930കളിലെ ലോക സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സ് ഉദയം കൊള്ളാനുള്ള കാരണം. മനസ്സിലായ? അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മാക്രോ എക്കണോമിക്സ് ഉണ്ടാകാനുള്ള കാരണം 1930 ലോക സാമ്പത്തിക മാന്ദ്യമാണ്. അപ്പോൾ രണ്ട് ചോദ്യം പഠിക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ ചോദ്യം തന്നെയാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. മാക്രോ എക്കണോമിക്സ് ഉദയം കൊണ്ടത് എന്ന് 1930. മനസ്സിലായ മക്കളെ? അപ്പൊ ചോദ്യം അറിയാതെ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന
ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930s എന്നാ ചോദിച്ചാൽ ഉത്തരം ഒന്ന് തന്നെയാണ്. കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ആദ്യം അതിനെക്കുറിച്ച് എഴുതാനുള്ള പറയുമ്പോൾ നമ്മുടെ സമയം നോക്ക്. എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ J.M. Keynes. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ആദ്യമായി മുന്നോട്ട് കൊണ്ടുവന്നത് J.M. കെയ്ൻസ് എന്ന സാമ്പത്തിക ശാസ്ത്രകാരനായിരുന്നു. വെച്ചാല് നോക്ക്, ജോനാർഡ് മെയിൻ കെയ്ൻസ് എന്നാണ്. അപ്പൊ J.M. കെയ്ൻസ്. അപ്പോഴ് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ J.M. കെയ്ൻസ്. അദ്ദേഹം ഇതിനെ കുറിച്ച് ആദ്യമായിട്ടൊരു പുസ്തകം എഴുതുകയുണ്ടായി. ആ പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് വിവരിച്ചത്. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, interest and money in his famous work written in 1936. ഇപ്പൊ 30കളിലാണ് ലോക സാമ്പത്തിക മാന്ദ്യം ഉണ്ടായത്. അതിനെക്കുറിച്ച് അദ്ദേഹം പഠനം നടത്തിയിട്ട് പുസ്തകം പ്രസിദ്ധീകരിച്ചത് 1936ലാണ്. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി ഇൻ ഹിസ് ഫേമസ് വർക്ക് റിട്ടൺ ഇൻ 1936. അതിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ പണം, പലിശ, ലാഭം എന്നിവയുടെ പൊതു സിദ്ധാന്തം എന്നാണ് അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേര്. പണം, പലിശ, ലാഭം എന്നിവയെ സംബന്ധിച്ച പൊതു സിദ്ധാന്തം എന്ന പുസ്തകം 1936 J.M. കെയ്ൻസ് പ്രസിദ്ധീകരിച്ചു. അപ്പൊ ചോദ്യം ഇതാണ് മക്കളെ, എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ഓർ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930s. മലയാളത്തിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉത്ഭവം അല്ലെങ്കിൽ 1930കളിലെ ലോക സാമ്പത്തിക മാന്ദ്യം. ഇപ്പൊ മാക്രോ എക്കണോമിക്സ് or emergence of macroeconomics was popularized by J.M. Keynes. The general theory of employment, interest and money in his famous work written in 1936. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് ആദ്യമായിട്ട് പുസ്തകം എഴുതിയത് അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവന്നത് J.M. കെയ്ൻസ് എന്ന സാമ്പത്തിക ശാസ്ത്രകാരനായിരുന്നു. അദ്ദേഹം 1936 പണം, പലിശ, ലാഭം എന്നിവയെ സംബന്ധിച്ച പൊതു സിദ്ധാന്തം എന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഇറ്റ് വാസ് കെയ്ൻസ് റെവല്യൂഷണൈസ്ഡ് മാക്രോ എക്കണോമിക്സ്. ഇറ്റ് വാസ് കെയ്ൻസ് റവല്യൂഷണൈസ്ഡ് മാക്രോ എക്കണോമിക്സ്. ഇതിനെ കെയ്ൻസിന്റെ വിപ്ലവാത്മകമായ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചു. ഇതിനെന്ത് വിശേഷിപ്പിച്ചു? J.M. കെയ്ൻസിന്റെ വിപ്ലവാത്മകമായ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ഈ പുസ്തകത്തെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് മാക്രോ എക്കണോമിക്സ് ഈസ് നോൺ ആസ് മാക്രോ എക്കണോമിക്സ് ഈസ് നോൺ ആസ് കെയ്നീഷ്യൻ റവല്യൂഷൻ. അതുകൊണ്ട് മാക്രോ എക്കണോമിക്സിനെ, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തെ കെയ്നീഷ്യൻ വിപ്ലവം എന്ന് വിളിച്ചു. അപ്പോൾ മാക്രോ എക്കണോമിക്സിന്റെ മറ്റൊരു പേര് എന്തെങ്കിലും ആരും ചോദിച്ചാൽ കെയ്നീഷ്യൻ റവല്യൂഷൻ, കെയ്ൻസിന്റെ വിപ്ലവം എന്നാണ് വിളിച്ചത്. അപ്പോൾ മാക്രോ J.M. കെയ്ൻസിന്റെ
വിപ്ലവാത്മകമായ ഈ പ്രസ്താവനയെ മാക്രോ എക്കണോമിക്സ് എന്ന് വിളിക്കുകയും പിൽക്കാലത്ത് കെയ്ൻസിൻ്റെ ഈ വിപ്ലവത്തെ കെയ്നീഷ്യൻ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഞാൻ ഒന്നുകൂടെ പറയാണ് മക്കളെ. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ആദ്യമായി വിവരണം നൽകിയത് JM കെയ്ൻസ്, ജോൺ മേയാർഡ് കെയ്ൻസ് എന്ന സാമ്പത്തിക ശാസ്ത്രകാരനായിരുന്നു. അദ്ദേഹം 1936 പണം, പലിശ, ലാഭം എന്നിവയുടെ പൊതു സിദ്ധാന്തം എന്ന പുസ്തകം എഴുതുകയുണ്ടായി. ഈ പുസ്തകത്തിൽ കെയ്ൻസ് വിപ്ലവാത്മകമായിട്ടുള്ള സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് രൂപം കൊടുത്തു. അതിനാൽ പിൽക്കാലത്ത് ഇതിനെ കെയ്നീഷ്യൻ വിപ്ലവം അഥവാ കെയ്നീഷ്യൻ റവല്യൂഷൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്രേ കാര്യമാണ് നമ്മൾ ഒരു വിവരണമായിട്ട് ആദ്യം എഴുതേണ്ടത്. മനസ്സിലായി? ഇത് എഴുതി വെച്ചിട്ടാണ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൽ ഇനി ഒരു ശകലം കൂടെ, ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ട് ഈ ചാപ്റ്ററിലുള്ളത്. ഇത് നോട്ട് ഭംഗിയായിട്ട് കുറിച്ചെടുത്തിട്ട് സാറ് ടെസ്റ്റ് പേപ്പറിൻ്റെ ഡേറ്റ് തരും, ചോദ്യം അയച്ചു തരും. നിങ്ങളത് എഴുതി സാറ് തന്നെ വന്നത് കളക്ട് ചെയ്തിട്ട് പേപ്പർ നോക്കി തരും. നോട്ട്ബുക്ക് ഭംഗിയായിട്ട് സൂക്ഷിക്കുക. ഈ നോട്ട് പറയുന്നതെല്ലാം കൂടെ ഒരു സാധാരണ പേപ്പറിൽ എഴുതിയെടുത്തിട്ട് അത് വ്യക്തമായിട്ട് മാത്രമേ നോട്ടുകൾ പകർത്താവൂ. ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ നോട്ടുകൾ മേടിച്ച് നോക്കും, അവിടെ വെച്ച് തന്നെ ആദ്യം തരും, മോശമായിട്ട് എഴുതി കഴിഞ്ഞാൽ. കേട്ടോ മക്കളെ, ഭംഗിയായിട്ട് പഠിച്ചോണം. അതിൽ ഉപേക്ഷയൊന്നുമില്ല. ഇപ്പോൾ റിസൾട്ടൊക്കെ ഉടനെ വരും. ഓക്കെ മക്കളെ, ശരി, ഓക്കെ.